പക്ഷെ ഞാനിടുന്ന ചായയും കോഫിയും ഒന്നും തനിക്ക് വേണ്ടെന്ന് BP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ആ സീൻ അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന്. പക്ഷെ പിന്നായിരുന്നു ട്വിസ്റ്റ്. എനിക്ക് വേണ്ട കോഫി ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു ഒറ്റ പോക്കായിരുന്നു കിച്ചണിലോട്ട്. എന്നിട്ടെന്താ, BP പറഞ്ഞ പോലെ തന്നെ ചെയ്തു. വെല്ലു വിളിച്ച ഞാൻ നല്ല അസലായിട്ട് പ്ലിങ്ങി, അത്ര തന്നെ. ശരിക്കും? അതേന്നേ. അമ്മേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ? ശരിക്കും നമ്മുടെ VPക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അടുക്കളയിൽ കയറി കോഫി ഉണ്ടാക്കിയ BP അമ്മ കണ്ടിരുന്നെങ്കിൽ എനിക്ക് തോന്നിയ സംശയം അമ്മയ്ക്കും തോന്നിയാണ്. ആദ്യത്തെ ഒരു പകപ്പ് കഴിഞ്ഞ് VP എത്ര പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തേന്നറിയോ? കോഫി പൗഡറും ഷുഗറും ഒക്കെ കൃത്യമായിട്ട് ചേർത്ത് കറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പാലും എടുത്ത് മിക്സ് ചെയ്ത് അങ്ങനെ എല്ലാം വളരെ കൃത്യമായിരുന്നു. കണ്ടു നിന്ന ഞാൻ വരെ അതിശയിച്ചു പോയി. നീ പറഞ്ഞത് ശരിയാ. ഇടയ്ക്ക് VPയുടെ സംസാരം കേട്ടാ എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. ഞാനിന്ന് അതേപ്പറ്റി ഡോക്ടറോട് സൂചിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? അതൊരു ഗുഡ് സൈനാന്നാ ഡോക്ടർ പറഞ്ഞത്. കണ്ടീഷൻ ബെറ്റർ ആകുന്നതിന്റെ സൂചനകളാണെന്ന്. എന്തായാലും ഇന്ന് ഡോക്ടറെ കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായത്. തിരിച്ചു വന്നപ്പോ നീ നല്ല കാര്യമാണല്ലോ പറഞ്ഞത്. രണ്ടുപേരും കൂടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കി കാണുന്ന പേടിച്ചാ ഞാൻ വന്നത്. എല്ലാം നീ നന്നായി മാനേജ് ചെയ്തല്ലോ. താങ്ക്സ് അപ്പു. ഹലോ. VP, ഇതെന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? ഉറക്കം വരുന്നെങ്കിൽ റൂമിൽ പോയി കിടന്നുകൂടായിരുന്നോ? താനിതെവിടെ പറയാതെ പോയത്? എത്ര നേരം എന്ന് കരുതിയാ ഞാനിവിടെ തനിച്ചു കാത്തിരിക്കുന്നു. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിനോട് പറഞ്ഞിട്ട് പോയാൽ എന്താ കുഴപ്പം? എങ്കിൽ ഞാനും കൂടെ ഒപ്പം വരില്ലായിരുന്നു. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തോന്നുമ്പോൾ തോന്നുന്നിടത്തേക്കൊക്കെ പോവുക, ഇത് എവിടുത്തെ മര്യാദയാ? സോറി VP, ഞാൻ ഡോക്ടറെ കാണാൻ പോയതാ. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക്, അതാ ലേറ്റ് ആയത്. ഡോക്ടറെ കാണാനാണെങ്കിൽ അത് പറഞ്ഞിട്ട് പോയാൽ എന്താ കുഴപ്പം? എവിടെയാ പോയതെന്ന് അറിയാതെ എത്ര നേരം വെച്ചാ ബാക്കിയുള്ളവരോട് ടെൻഷൻ അടിച്ചിരിക്കുന്നു. VP എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എവിടെ പോയാലും ഞാൻ വേഗം ഇങ്ങ് വരില്ലേ? ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പോലും ആരുമില്ല. അതൊന്നും ആർക്കും അറിയണ്ടല്ലോ. ആര് പറഞ്ഞു ഇവിടെ ആരുമില്ലായിരുന്നു എന്ന്? അപ്പൂടെ ഉണ്ടായിരുന്നല്ലോ. VPയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണല്ലോ ഞാൻ ഇവിടെ നിന്ന് പോയത്. എന്തെങ്കിലും വേണമായിരുന്നെങ്കിൽ അപ്പൂനോട് പറഞ്ഞാൽ പോരായിരുന്നോ? എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട. ഒരു അപ്പു വന്നിരിക്കുന്നു. ആരായാള്? അയാൾ എത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞു വിടണം. എനിക്കിഷ്ടമല്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല. വെറുതെ നമ്മുടെ കാര്യങ്ങളെ കൈയെടുത്താൽ ആരായാള്? എനിക്കിഷ്ടമല്ല. പോട്ടെ, VPക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ആഹാ, VP തനിച്ച് കോഫിയൊക്കെ ഉണ്ടാക്കിയോ? അത് കൊള്ളാലോ. പിന്നെ ഒരു കോഫി കഴിക്കണം തോന്നി എന്താ ചെയ്യാ? താൻ വരുന്നത് നോക്കി കുറെ വെയിറ്റ് ചെയ്തു. എന്നിട്ടും കാണാഞ്ഞപ്പോ ഞാനൊരു കോഫി ഉണ്ടാക്കി. അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, കോഫി ഉണ്ടാക്കിയപ്പോ എനിക്ക് കൂടെ ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ലല്ലോ. അത് മോശമായിപ്പോയി. അതിപ്പോ താൻ എപ്പോഴാ വരുന്നത് എനിക്കറിയില്ലല്ലോ. ഉണ്ടാക്കി വെച്ച് തണുത്തു പോയാൽ എന്ത് ചെയ്യും? അല്ല, ഇയാളെന്തിനാ ഡോക്ടറെ കാണാൻ പോയത്? എന്താ അസുഖം? പനിയുണ്ടോ? അത് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ കോൾഡ്. അതിന് മെഡിസിൻ തരുന്ന കൂട്ടത്തില് VPയുടെ കാര്യം കൂടെ ഡോക്ടറോട് പറഞ്ഞു. എന്റെ കാര്യം ഡോക്ടറോട് പറയാൻ മാത്രം അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക്? കുഴപ്പമുണ്ടെന്നല്ലല്ലോ പറഞ്ഞത്. VPക്ക് ഇടയ്ക്കൊക്കെ ടെൻഷൻ ഉണ്ടാവാറില്ലേ? അക്കാര്യം പറയാനാ പോയത്. ആ ടെൻഷൻ അതുണ്ട്. അത് താനിങ്ങനെ പറയാതെ പറയുന്നത് ചെയ്യുമ്പോഴാ. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? എൻ്റെ ഈ
ടെൻഷൻ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. മെഡിസിൻ തന്നിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ ബിപിയുടെ ടെൻഷനൊക്കെ മാറും. ആ താനിരിക്കും, ഞാൻ പോയി ഇയാൾക്ക് നല്ലൊരു കോഫി ഉണ്ടാക്കിയിട്ട് വരാം. വേണ്ട, ഞാൻ ഉണ്ടായിക്കോളാം. ഏയ് അത് പറ്റില്ല. താനിപ്പോ വന്നതല്ലേ ഉള്ളൂ, ഇവിടെ ഇരിക്കും. ഞാൻ പോയി കോഫി ഉണ്ടാക്കിയിട്ട് വരാം. നല്ലൊരു സ്ട്രോങ് കോഫി കുടിച്ചാൽ തൻ്റെ ഈ കോൾഡൊക്കെ മാറും. ഞാനിപ്പോ വരാം. അവിടെ ഇരിക്ക്. ബിപിയുടെ ഇരുന്നേ, ഞാൻ ഉണ്ടായിക്കോളാം. ഇരിക്ക്. അല്ല, ഞാൻ വേണമെങ്കിൽ സ്ട്രോങ് വേണ്ടല്ലേ? എന്റെ ഈശ്വര, ഈ VP സ്റ്റൗ ഓഫ് ചെയ്തില്ലേ? ബിപി ബിപി ആ എന്താ എന്താ പ്രശ്നം? എന്ത് പണിയാ കാണിച്ചത്? കോഫി ഉണ്ടാക്കി സ്റ്റൗ ഓഫ് ചെയ്യാതെ പോയിരിക്കുന്നു. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? തീ എവിടെയെങ്കിലും ആളി പടർന്നു പിടിച്ചിരുന്നെങ്കിലോ? സോറി, എനിക്ക് അറിയില്ലായിരുന്നു. എനിക്കിതൊന്നും അത്ര പരിചയമില്ലല്ലോ, അതുകൊണ്ടല്ലേ. പരിചയമില്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത്. VP കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് എന്തായിരുന്നു? ഞാൻ വന്നിട്ട് കോഫി ഉണ്ടാക്കി തരില്ലായിരുന്നോ? ചുമ്മാ കിച്ചണിൽ കയറി അറിയാത്ത കാര്യങ്ങൾ ഓരോന്ന് ചെയ്ത് അപകടം വിളിച്ച് വരുത്തണോ? ദേ, ഇനി ഇതുപോലെ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ. സോറി, ഞാനിനി ഒന്നിനും വരില്ല. എനിക്ക് കോഫിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോ അപ്പോ നീ ആ കുന്ത്രാണ്ടോന്ന് ഊരി വെക്കുന്നുണ്ടോ? എന്താ അമ്മ? നീ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? BP കിച്ചണിൽ കയറി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെന്നോ? അതെ, എനിക്കെങ്ങനെയാ തോന്നിയത്. എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? ഒരു കുഴപ്പവും തോന്നിയില്ല. നീ പറഞ്ഞതുപോലെ എല്ലാം വളരെ കൃത്യമായിരുന്നു. ഞാനിപ്പോ വന്നില്ലെങ്കിൽ കാണായിരുന്നു. എന്റെ അപ്പോ, ഞാൻ നിന്നെ വിശ്വസിച്ചല്ലേ BP ഏൽപ്പിച്ചിട്ട് പോയത്? എന്നിട്ട് നീ ഇത്ര കെയർലെസ് ആയിട്ടാണ് പെരുമാറിയത്. ഒരാളെ വിശ്വസിച്ച് വീട് ഏൽപ്പിച്ചിട്ട് പോകുമ്പോ ഇത്ര അശ്രദ്ധ പാടില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇപ്പൊ പറ്റിയത്? എന്താ പറ്റിയത്? കോഫി ഉണ്ടാക്കിയിട്ട് VP സ്റ്റൗ ഓഫ് ചെയ്തില്ലായിരുന്നു. ഓ, അത്രേ ഉള്ളോ? അതിനാണോ അമ്മ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? എന്താ അത്ര നിസ്സാരമായിട്ടാ നീ കാണുന്നേ? എന്തോ ഭാഗ്യത്തിന് ഫ്ലെയിം കാറ്റത്ത് കെട്ടുപോകാൻ നിന്നതുകൊണ്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എങ്ങനെ അത് കെട്ടുപോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ഗ്യാസ് മുഴുവൻ ലീക്ക് ചെയ്താണ്. പിന്നെ അറിയാതെ ആരെങ്കിലും സ്റ്റൗ ഓൺ ചെയ്തിരുന്നെങ്കിലോ? അതിന് ഞാൻ അറിഞ്ഞോ BP സ്റ്റൗ ഓഫ് ചെയ്യാതെ പോയതെന്ന്? കിച്ചണിൽ കയറി ഇത്രയും കറക്റ്റായി ചെയ്ത ഒരാൾക്ക് ആ ഒരു കാര്യം കൂടി ചെയ്യാറുന്നല്ലോ. അത് ചെയ്യാത്തതിന് ഞാൻ എന്ത് പഴിച്ചു? അപ്പോ നീ ഇതൊന്നും ഇത്ര സില്ലിയായിട്ട് കാണരുതേ. VP സ്വഭാവത്തോടെയാണ് അടുക്കളയിൽ കയറി പെരുമാറിയതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പണ്ടത്തെ ഓർമ്മ വെച്ചുകൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടി. അതിനെ അങ്ങനെ കാണേണ്ടതിന് പകരം നീ വളരെ കെയർലെസ് ആയിട്ടാണ് എടുത്തത്. നിന്റെ ഒരു ജോലി കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് ആശ്വസിച്ചു. അത്രയും സമയം കൂടെ നിനക്ക് മൊബൈലിൽ മുഴുകിയിരിക്കാമല്ലോ. നിന്റെ അശ്രദ്ധ കൊണ്ട് എന്ത് വലിയ ദുരന്തം ഇവിടെ സംഭവിക്കേണ്ടിയിരുന്നത്? ആരുടെ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല, അത്ര തന്നെ. എനിക്ക് തോന്നുന്നതേ BP മനഃപൂർവ്വം സ്റ്റൗ ഓഫ് ചെയ്യാത്തതാണെന്നാ. അല്ലെങ്കിൽ അതുമാത്രം എന്താ VP മറന്നുപോയത്? അത് ശരി, അവിടെയും VPയെ തെറ്റുകാരനാക്കാനല്ലേ നിന്റെ താല്പര്യം, അല്ലേ? BP കിച്ചണിൽ നിന്ന് ഇറങ്ങിയപ്പോ നിനക്കൊന്നും നോക്കായിരുന്നില്ലേ? അതിപ്പോ ഞാൻ കയറി നോക്കിയാലും പിന്നീട് VPക്ക് ഇതുപോലെ ചെയ്തു വെക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോ നീ എന്താ പറഞ്ഞു വരുന്നത്? BP മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്നോ? വേണമെങ്കിൽ അങ്ങനെ സംശയിക്കാം. എന്ത് കാര്യത്തിന്? എന്തിന് VP അങ്ങനെ ചെയ്യണം? ഒന്നുകൂടെ ഒന്ന് കടന്നാലോചിച്ചാ അമ്മയ്ക്ക് തന്നെ അതിന്റെ ഉത്തരം കിട്ടും. ഞാൻ അമ്മയോട് നേരത്തെ ചോദിച്ചൊരു ചോദ്യമില്ലേ, ആ സംശയം ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് തെളിച്ചു പറ. മനഃപൂർവ്വം ഗ്യാസ് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട് എന്ത് നേട്ടാ VP കിട്ടാൻ പോകുന്നത്? ഒന്നുമില്ല, BPക്ക് എന്നെ ഒഴിവാക്കിയെടുക്കാം. അതൊരു നേട്ടം തന്നെയാണല്ലോ. അമ്മ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് കിച്ചണിൽ കയറേണ്ടി വരിക ഞാനായിരിക്കുന്നു VPക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ ആ ഒരു സാധ്യത ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്താന്ന് കരുതിയിട്ടുണ്ടാവും ഭർത്താവ്. ഒരാളിക്കത്തലിൽ അപ്പു എന്ന തീർത്താലും തീരാത്ത നാണക്കേടങ്ങ് അവസാനിച്ച് കിട്ടുമല്ലോ.
ബുദ്ധിഭ്രമം ബാധിച്ച ഒരാൾക്ക് പറ്റിയ കയ്യബദ്ധം. ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും മനോരോഗിയാണെന്ന് ഇളവം കിട്ടും. ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോ BP ആ വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണെങ്കിലോ, ഞാനൊന്ന് ഒഴിവായി കിട്ടിയാ ഈ ഭ്രാന്തന്റെ കുപ്പായി ഊരി വെക്കാലോ. അപ്പോ നീ എന്താ പറഞ്ഞത്? എന്താ നിർത്തിക്കളഞ്ഞേ? അമ്മ തല്ലിക്കോ? ഞാൻ പറഞ്ഞത് എന്റെ സംശയങ്ങളാമ്മേ. ഞാൻ അങ്ങനെ സംശയിച്ചു പോവാൻ ന്യായമായും എനിക്ക് അവകാശമുണ്ട്. അത് അമ്മയ്ക്കും അറിയാം. അതുകൊണ്ടാ അമ്മ ഉയർത്തിയ കൈ പകുതിക്ക് പിൻവലിച്ചത്, അല്ലേ മേ? അമ്മ എന്നോട് പിണക്കാണോ? സോറി അമ്മ, ഞാൻ അമ്മയെ വിഷമിപ്പിച്ചു എന്നറിയാം. അമ്മ എന്നെ വല്ലാതെ കുറ്റപ്പെടുത്തിയപ്പോ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയാനാ തോന്നിയത്. അത് സാരമില്ല അപ്പു. നിന്റെ മനസ്സിലെ ആശങ്കയും പേടിയൊക്കെ നീ ആ ദേഷ്യപ്പെടലിലൂടെ എന്നോട് ഷെയർ ചെയ്തതായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. ശരിയാ, അന്നിന് കാരണമില്ലാതെ കുറെ കുറ്റപ്പെടുത്തി. ഒന്നും നീ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോ എന്റെ മനസ്സും കൈവിട്ടുപോയി. അതാ പറ്റിപ്പോയത്. സോറി അപ്പു. അമ്മ പറഞ്ഞത് നീ മനസ്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ എന്നോട് സോറി പറയൊന്നും വേണ്ട. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മെന്റൽ സ്ട്രെസ് അനുഭവിക്കുന്നത് അമ്മയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് BPക്കും ഇടയിൽ സമനില തെറ്റാതെ പിടിച്ചു നിൽക്കാൻ അമ്മ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. അമ്മയുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും അറിഞ്ഞോ അറിയാതെയോ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനും അമ്മയെ വേദനിപ്പിക്കുന്നു. BPക്ക് മനോരോഗി എന്ന എക്സ്ക്യൂസ് എങ്കിലും ഉണ്ട്. എനിക്ക് ആ ഒരു ഇളവ് പോലും ക്ലെയിം ചെയ്യാനില്ല. എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ അമ്മയെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അതുകൊണ്ടാ ഇന്ന് BPയുടെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അമ്മയെ ഡോക്ടറെ കാണാൻ വിട്ടത്. തിരികെ വന്നപ്പോ അമ്മയുടെ നാവിൽ നിന്നൊരു താങ്ക്സ് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ അതിന്റെ ആവേശം തീരും മുന്നേ അതേ ആളിൽ നിന്ന് തന്നെ വഴക്ക് കിട്ടിയപ്പോ ഞാൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി. അതിന്റെ ഒരു നിരാശയും സങ്കടമൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ ഇതുവരെ അത് മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? പോട്ടെ അപ്പു, എനിക്ക് നിന്നെ മനസ്സിലാവും. പക്ഷെ മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ. സത്യമായിട്ട് നിന്റെ മനസ്സിൽ BPയെ കുറിച്ച് അങ്ങനെ ഒരു സംശയം ഉണ്ടോ അപ്പു? പറ അപ്പു. നീ ഇപ്പോഴും BPയെ ഭയക്കുകയും സംശയിക്കുകയും ചെയ്യുന്നുണ്ടോ? സത്യസന്ധമായി പറഞ്ഞ അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മയോടും നന്ദൻ സാറിനോടും മറ്റുള്ളവരോടും ഒക്കെ BP പലപ്പോഴും വളരെ നോർമലായിട്ടാ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് കോടതി മുറിയിൽ ജഡ്ജിയുടെ ഉത്തരവിന് വേണ്ടി അനുസരണയോടെ കാത്തുനിന്ന മനുഷ്യനിലും പഴയ VPയാ ഞാൻ കണ്ടത്. പക്ഷെ എന്നെ കാണുമ്പോ മാത്രം, എന്റെ കാര്യം പറയുമ്പോ മാത്രം BP അബ്നോർമൽ ആവുന്നു. അപ്പൂനെ അറിയില്ല, അപൂർവ അറിയാവുന്ന BP. അപൂർവ അപ്പും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നല്ലോ അമ്മ. എന്നിട്ടും എന്തുകൊണ്ട് BP അപ്പൂനെ മാത്രം മറന്നു പോകുന്നു? അതിന്റെ ഉത്തരം ഇന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. ഡോക്ടർ എന്താ പറഞ്ഞു? അപ്പുനെ BP മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ആ ഓർമ്മകൾ പാടെ തുടച്ചു മാറ്റാനുള്ള വ്യഗ്രതയാണ് BP ഇങ്ങനെ ആക്കിയത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു കൊല്ലൽ തന്നെയല്ലേ അമ്മ? അപ്പു, അങ്ങനെ നോക്കുമ്പോ ചുരുങ്ങിയത് 1000 തവണയെങ്കിലും BP അപ്പുനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോ. എന്നിട്ടും പാവം VPക്ക് അപ്പുവിൽ നിന്ന് ഒരു മോചനവും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ ഒരു സങ്കടം.
ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ വിഷമിക്കരുത്. കുറച്ചു നാളായി ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്നൊരു തോന്നൽ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നാലോ എന്ന് ആലോചിക്കാം. നീ എന്താ പോയി പറയുന്നേ? ആ കാര്യത്തെപ്പറ്റി നീ ആലോചിക്കേ വേണ്ട. ആദ്യം നിന്റെ സർജറി, അസുഖം പൂർണ്ണമായും ഭേദമായിട്ട് മതി യാത്രയെ പറ്റിയൊക്കെ ചിന്തിക്കാൻ. അല്ലമ്മേ, ഇപ്പൊ ഞാൻ വേണ്ട. ഇനി എന്തൊക്കെ പറഞ്ഞത് ന്യായീകരിക്കാൻ നോക്കിയാലും ഞാൻ സമ്മതിക്കില്ല. സർജറി കഴിഞ്ഞ് ഡോക്ടർ പറയുന്നവരെ റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റെന്തിനും ഞാൻ നിന്നെ വിടൂ. അതുവരെ നീ എന്നോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു പോരുത്. ആരാ പോ? ആതിരയമ്മ. ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ. നേരത്തെ ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പൊ ആതിരയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തിരിച്ചു വിളിക്കുക. ഹലോ ആതിര. അപ്പൊ തിരക്കിലായിരുന്നോ? ഏയ് അല്ല, ഞാൻ അമ്മയായിട്ട് സംസാരിക്കായിരുന്നു. ആഹാ, അമ്മയായിട്ട് ഇത്രയും പെട്ടെന്ന് കോംപ്രമൈസ് ആയോ? ഗുഡ് ബോയ്. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മ അമ്മയുടെ സങ്കടങ്ങൾ പറഞ്ഞു, അത്ര തന്നെ. ആ പിന്നെ അമ്മ തന്നെ കുറിച്ചും ചോദിച്ചു കേട്ടോ. എന്നെ കുറിച്ചോ? ചുമ്മാ. അല്ലടോ, സത്യമായിട്ട് ചോദിച്ചു. എന്നാൽ എന്താ ചോദിച്ചെന്ന് പറ. അത് പിന്നെ പറയാം. ഇത് ഫൗളാണ് കേട്ടോ. ഒന്നെങ്കിൽ എന്നോട് ഇതിനെ കുറിച്ച് പറയരുതായിരുന്നു. പറഞ്ഞ സ്ഥിതിക്ക് എന്താ ചോദിച്ചെന്ന് പറയാനുള്ള മര്യാദ കൂടി കാണിക്കണം. എന്നാ പറയാം. ആതിര എന്നെ കൂടെ വിളിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു. അയ്യോ, അങ്ങനെ ചോദിച്ചു ആന്റി? എന്നാ ഞാൻ ഇനി വിളിക്കുന്നേ ഇല്ല, പോരെ? അതിനെന്തിനാ വിളിക്കാതിരിക്കുന്നത്? അമ്മ വിളിക്കുന്ന എന്തിനാന്നല്ലേ ചോദിച്ചുള്ളൂ. വിളിക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് അപ്പു എന്ത് പറഞ്ഞു ആന്റിയോട്? ഞാൻ എന്ത് പറയണമായിരുന്നു? തമാശ വിട്. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ചേന്ന്. എന്നിട്ട് എന്നെ എന്തിനാ വിളിക്കുന്നതെന്ന് അപ്പുവിനോട് ആന്റി ചോദിച്ചില്ലേ? അതിപ്പോ ചോദിക്കാതെ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി കാണുമല്ലോ. എന്ത് മനസ്സിലായി കാണും? ഓ, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വേണമെങ്കിൽ അമ്മയുടെ നമ്പർ തരാം, താൻ വിളിച്ച് ചോദിക്കും. ഞാൻ വിളിച്ചു ചോദിക്കുന്നില്ല. എന്തെങ്കിലും ആന്റി നേരിട്ട് കാണുമല്ലോ, അന്ന് ചോദിക്കാം. അതിന് തനിക്ക് ഇങ്ങോട്ട് വരാൻ നേരമില്ലല്ലോ, അവിടെ ഭയങ്കര ബിസിയല്ലേ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. യു ആർ ഓൾവേസ് വെൽക്കം. അയ്യോ, നന്ദേട്ടെ വിളിക്കുന്നു. ഞാൻ പിന്നെ വിളിക്കാപ്പൂ. ശരി. അതൊന്നും സാരമില്ല അങ്കിൾ. ഇപ്പൊ അതിനു വേണ്ടി മാത്രം അങ്കിൾ ക്ലയന്റിനെ വെയിറ്റ് ചെയ്യിച്ചിട്ട് എയർപോർട്ടിലേക്ക് റഷ് ചെയ്യണമെന്നില്ല. അങ്കിളിന്റെ കാര്യം നടക്കട്ടെ. അതൊരു ബിസിനസ് മീറ്റ് അല്ലേ, അത് മിസ്സാക്കണ്ട. അവിടെ എത്തിയിട്ട് ഞങ്ങൾ വിളിച്ചോളാം. ആ, ഇവിടെ എല്ലാം സെറ്റാണ്. ടാക്സി ഇപ്പൊ എത്തും. ഓക്കെ അങ്കിൾ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. സമയം കിട്ടുവാണെങ്കിൽ മാത്രം വന്നാൽ മതി എയർപോർട്ടിലേക്ക്. ശരി അങ്കിൾ, ബൈ, ടേക്ക് കെയർ. മുരളി വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇപ്പോഴെങ്ങാനും വരുവോ? ഇല്ല മുത്തശ്ശി, മുരളി അങ്കിളിനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ഉണ്ട്. അങ്കിളിനെ കാണാൻ വേണ്ടി മാത്രം അയാൾ കോഴിക്കോട് നിന്ന് വന്നത്. ഉച്ചയ്ക്ക് മുമ്പ് ആ മീറ്റിംഗ് പറഞ്ഞിരുന്നത്. പക്ഷെ ആൾ ഇവിടെ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയിപ്പോയി. ഇനിയിപ്പോ അയാളെ ഒഴിവാക്കി വരുന്നത് മോശമല്ലേ? സമയം കിട്ടുവാണെങ്കിൽ അങ്കിൾ എയർപോർട്ടിലേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ ഓരോ ഏടാകൂടങ്ങൾ വന്ന് കയറിക്കോളും. ഞങ്ങളെല്ലാവരും കൂടി വന്ന് നിങ്ങളെ യാത്ര അയക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിപ്പോ ഇങ്ങനെയായി. എല്ലാരും കൂടി വന്ന് യാത്രയാക്കാൻ ഞങ്ങൾ മലേഷ്യയിൽ സ്ഥിരതാമസത്തിനൊന്നും പോവുമല്ലോ മുത്തശ്ശി. 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരില്ലേ? അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ദൂരയാത്ര പോകുമ്പോ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് യാത്രയാക്കിയാലേ യാത്ര ശുഭമാവുള്ളൂ എന്നാ അമ്മയുടെ വിശ്വാസം.